കൊൽക്കത്ത ബലാത്സംഗ കേസിലെ ജീവപര്യന്ത വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പ്രതിക്ക് വധശിക്ഷ കിട്ടാൻ ഹൈക്കോടതിയെ സമീപിക്കും. കോടതി വിധി ഞെട്ടിച്ചുവെന്നും പ്രതികരണം. നെഹ്റുവിനെതിരെ വിവാദ പരാമർശവുമായി BJP MLA. ഗാന്ധിവധം ആസൂത്രണം ചെയ്തത് നെഹ്റുവാണോ എന്ന് സംശയമെന്ന് കർണാടകയിൽ നിന്നുള്ള ബസനഗൌഡ പാട്ടീൽ യത്നാൽ. ഗോഡ്സെ ഉതിർത്ത വെടിയുണ്ടയല്ലാതെ ഗാന്ധിജിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ 2 വെടിയുണ്ടകൾ എവിടെ നിന്നെന്ന് ചോദ്യം. യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷാ അറസ്റ്റിൽ. പിടിയിലായത് തൃശൂർ കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയെന്ന കേസിൽ. ആക്രമിച്ചത് കോളേജിന് സമീപത്തെ മദ്യപാനം ചോദ്യം ചെയ്തവരെ. വാട്സപ്പ് വഴിയുള്ള പണം തട്ടിപ്പിന് ഇരയായി സീരിയൽ താരം അഞ്ജിത. നഷ്ടപ്പെട്ടത് 10,000 രൂപ. കുടുക്കിയത് പത്മശ്രീ ജേതാവ് രഞ്ജന ഗൗറിന്റെ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സപ്പിൽ നിന്നുള്ള സന്ദേശം. കുടിയേറ്റക്കാരെ നാട് കടത്താനുള്ള ട്രംപിന്റെ നീക്കത്തിൽ കടുത്ത വിമർശനവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ. തീരുമാനം അപമാനകരം, പാവങ്ങളെ കൂടുതൽ ദരിദ്രരാക്കും. ഇതല്ല പ്രശ്നം തീർക്കാനുള്ള വഴിയെന്നും പാപ്പ.